നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വേരുറപ്പിച്ച റൂട്ട് എന്ന മലയാള പത്രങ്ങളിൽ സ്പോർട്സ് ലേഖകന്മാർ അങ്ങനെ ഒരു തലക്കെട്ട് സ്പോർട്സ് പേജിൽ ഇട്ടിട്ട് റൂട്ടിന്റെ സെഞ്ചുറി കാണുമ്പോൾ ബേസ്ബോൾ യുഗത്തിന് ശേഷം റൂട്ട് സെഞ്ചുറികൾ നേടിയിട്ടുണ്ടെങ്കിലും അതൊന്നും ടിപ്പിക്കൽ റൂട്ട് സെഞ്ചുറികളായിരുന്നില്ല. മറിച്ച് അതിവേഗത്തിലുള്ള അൺഓർത്തഡോക്സ് ഷോട്ടുകളും റിവേഴ്സ് സ്വീപ്പുകളും സ്കൂപ്പ് ഷോട്ടുകളും ഒക്കെയുള്ള ഇന്നിംഗ്സുകളായിരുന്നു റൂട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന റൂട്ടിൽ നിന്നും ഏറെ മാറിയിട്ടുള്ള മറ്റൊരു റൂട്ടായി ബേസ്ബോൾ യുഗത്തിൽ അയാൾ മാറുകയായിരുന്നു. എങ്കിലും പലപ്പോഴും അയാളുടെ പരീക്ഷണ ഷോട്ടുകളോടുള്ള അതിരുകടന്ന ഭ്രമം പുറത്താകലിൽ കലാശിക്കുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളും ക്രിക്കറ്റ് പണ്ഡിതന്മാരും അടക്കം അയാളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ചേതേശ്വർ പുജാരയിൽ നിന്നും ഇങ്ങനെയൊരു ഇന്നിംഗ്സ് പ്രതീക്ഷിക്കാത്തതുപോലെ ജോ റൂട്ടിൽ നിന്നും ഇങ്ങനെയുള്ള ഇന്നിംഗ്സുകൾ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്ന മട്ടിലായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന് നേരെയുള്ള വിമർശനങ്ങൾ. ബേസ്ബോൾ ശൈലിയിലെ ഒട്ടും ചേരാത്ത കണ്ണിയായി തന്നെ ജോ റൂട്ടിനെ എണ്ണിയവരായിരുന്നു ഏറെയും. അതിനാൽ തന്നെ താനും ഈ ബേസ്ബോൾ ശൈലിയിൽ അഗ്രഗണ്യനാണെന്ന് തെളിയിക്കാനായി